Hi students, today we are going to discuss about NABARD. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നബാർഡിനെ കുറിച്ചാണ്. നബാർഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെടുന്ന ഒരു ഭാഗമാണ് ഏത് നബാർഡ് എന്നറിയപ്പെടുന്നത്. നബാർഡ് മീൻസ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇന്ത്യയിലെ കാർഷിക ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ബാങ്കാണ്, ഒരു ഡെവലപ്മെന്റൽ ബാങ്കാണ് ഇത് നബാർഡ് എന്നറിയപ്പെടുന്നത്. നബാർഡ് ഈസ് ആൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതൊരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. RBIയുടെ കീഴിലുള്ള ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത് നബാർഡ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, അതുപോലെ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, ഈ രണ്ട് കാര്യങ്ങൾക്കുമായിട്ട് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റൽ ബാങ്കാണ്, ഒരു സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് നബാർഡ്. നബാർഡ് ഈസ് ആൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ in the field of agricultural and rural development. NABARD formed for the purpose of the development in India in the field of agricultural and rural development. Okay, ഗ്രാമീണ കാർഷിക വികസനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു ഡെവലപ്മെന്റൽ ബാങ്കാണ്. ഓക്കെ, ഒരു ഡെവലപ്മെന്റൽ ബാങ്കാണ്, ഒരു സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു അപ്പെക്സ് ബോഡിയാണ് എന്തെന്നറിയപ്പെടുന്നത് നബാർഡ് എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്, വാണിജ്യ ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, ഇങ്ങനെയുള്ള ബാങ്കുകളൊക്കെ ഉണ്ടായി. എന്നാൽ അഗ്രികൾച്ചറൽ സെക്ടറിന്, കാർഷിക മേഖലയ്ക്ക്, അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റിന്, ഗ്രാമീണ മേഖലയിലെ വികസനത്തിന് വേണ്ടിയിട്ട് സഹായം നൽകുന്നത് അല്ലെങ്കിൽ സഹായം കിട്ടുന്നത് കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മറികടക്കുവാൻ ഗ്രാമീണ മേഖലയുടെയും അതുപോലെ തന്നെ കാർഷിക മേഖലയുടെയും പുരോഗതിക്ക് വേണ്ടിയിട്ട്, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു ബാങ്ക്, ഒരു സ്ഥാപനം വേണമെന്ന് എന്ത് ചെയ്തു RBIക്ക് തോന്നി. RBIയുടെ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, RBI ഒരു കമ്മീഷനെ നിയോഗിച്ചു. അതായത് അഗ്രികൾച്ചറൽ റൂറൽ സെക്ടറിലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണോ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് RBI എന്ത് ചെയ്തു, ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് ശിവരാമൻ കമ്മിറ്റി. ശിവരാമൻ കമ്മിറ്റി 1979 എന്ത് ചെയ്തു, ശിവരാമൻ കമ്മിറ്റി നിയോഗിച്ചു. ആസ് പെർ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി ശിവരാമൻ കമ്മിറ്റി. അങ്ങനെ ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ഇതാരാണ് ശിവരാമൻ കമ്മിറ്റിയെ നിയോഗിച്ചത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയോഗിച്ച ശിവരാമൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം 1979 എന്ത് ചെയ്തു, സം റെക്കമെൻഡേഷൻസ് അവർ പറഞ്ഞു. അങ്ങനെ ശിവരാമൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷൻസിന്റെ ഭാഗമായിട്ട് നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ് എന്നറിയപ്പെടുന്നത്. നബാർഡ് ഈസ് ആൻ അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്ക്. NABARD is an apex development bank in the field of agricultural and rural development. rural development ഭാഗത്ത് അതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നതായിട്ടുള്ള ഒരു ബാങ്കാണ് ഇത്. അപ്പെക്സ് ബാങ്കാണ്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബാങ്കാണ്. അവരാണ് ഏറ്റവും ടോപ്പിൽ. അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത് ഈ പറയുന്ന നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. It was set up in July 1982. 1982 ജൂലൈ മാസത്തിലാണ് നബാർഡ് ഫോം ചെയ്തിട്ടുള്ളത്, സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. വിത്ത് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 100 crore. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ത് ചെയ്തു, 100 crore. അന്ന് എത്രയായിരുന്നു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ? 100 കോടിയായിരുന്നു. പിന്നീട് അത് എത്രയായിട്ട് കൂട്ടി? 4000 crore വരെ ആയിട്ട് എന്ത് ചെയ്തു, കൂട്ടി. പിന്നീട് ആ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ത് ചെയ്തു, 4000 വരെ ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ജൂലൈ 1982 പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 100 crore ആണ് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊരു അപ്പെക്സ് ഡെവലപ്മെന്റൽ ബാങ്ക് ആണ്. ഏത് ഫീൽഡിലാണ്? അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ കാർഷിക വികസനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ബാങ്കാണ്, അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത്
ഈ പറയുന്ന നബാർഡ്. ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്? ആസ് പെർ ദി റെക്കമെൻഡേഷൻ ഓഫ് ശിവരാമൻ കമ്മിറ്റി ഇൻ 1979. 1979 ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നബാർഡ് ഫോം ചെയ്തിട്ടുള്ളത്. നബാർഡ് ഫോം ചെയ്തിട്ടുള്ളത് നേരത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 2 സ്ഥാപനങ്ങളെ മെർജ് ചെയ്തുകൊണ്ടാണ്. ബൈ മെർജിങ് 2 institutions നബാർഡ് ഈസ് ഫോംഡ്. നബാർഡ് ഫോം ചെയ്തിട്ടുള്ള എങ്ങനെയാണ്? 2 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മെർജ് ചെയ്തിട്ടാണ്, കൂട്ടിച്ചേർത്തിട്ടാണ്. ഏതൊക്കെയാണ്? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് റൂറൽ ക്രെഡിറ്റ് സെൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, ശ്രദ്ധിക്കുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് റൂറൽ ക്രെഡിറ്റ് സെൽ എന്ന് പറയുന്ന സ്ഥാപനം, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം. ഈ 2 സ്ഥാപനങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ്, മെർജ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നബാർഡ് ഫോം ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് റൂറൽ ക്രെഡിറ്റ് സെൽ എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തെ മെർജ് ചെയ്തു. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം. ഇങ്ങനെ 2 സ്ഥാപനങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട്, മെർജ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നബാർഡ് എന്ന് പറയുന്ന സ്ഥാപനം നിലവിൽ വന്നിട്ടുള്ളത്. കിട്ടിയല്ലോ? 2 സ്ഥാപനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. പെയ്ഡ് ഓഫ് ക്യാപിറ്റൽ 100 കോടിയാണ്. പിന്നീട് അത് 4000 crore വരെയായി ഉയർത്തി പറഞ്ഞു അല്ലേ? അതുപോലെ ഈ 2 സ്ഥാപനങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. നബാർഡ് ആക്ട് ആസ് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റീഫിനാൻസിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, നബാർഡ് ഒരേ സമയം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കീഴിലുള്ള ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട്, ഏത് ഫീൽഡിലാണ്? ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ കാർഷിക വികസന മേഖലയിലെ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പെക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന സ്ഥാപനം എന്നുള്ളതാണ്. അതിന്റെ മുകളിലേക്ക് വേറെ ഇല്ല. അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏത്? നബാർഡ്. ആക്ട് ആസ് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ റീഫിനാൻസിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ, റീഫിനാൻസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നബാർഡിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വരുന്ന ഭാഗമാണിത്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് നബാർഡ്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ്? എന്തൊക്കെ ലക്ഷ്യങ്ങൾ നേടുവാനാണ്, എന്ത് ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നബാർഡ് എന്ന് പറയുന്ന സ്ഥാപനം ഫോം ചെയ്തിട്ടുള്ളത്? ഓക്കെ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് നബാർഡ്? ഓക്കെ, നമുക്ക് നോക്കാം. ഇന്റഗ്രേറ്റ് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവ്ഡ് ഇൻ ദി റൂറൽ ഡെവലപ്മെന്റ്. ഒന്നാമത്തെ ലക്ഷ്യം, നബാർഡിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താണ്? ഏകോപിപ്പിക്കുക, ഒരുമിച്ച് കൂട്ടുക, ഏകോപിപ്പിക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. എന്തിനെ? വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവ്ഡ് ഇൻ ദി റൂറൽ ഡെവലപ്മെന്റ്. ഇൻ ഇന്ത്യ there are several institutions performing several activities for the rural development. ഇന്ത്യയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ് ആരുടെ ഉത്തരവാദിത്തം, ആരുടെ ലക്ഷ്യം? നബാർഡിന്റെ. അതുപോലെ ടു പ്രൊവൈഡ് ഗൈഡൻസ് ഓൺ റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ മേഖലയിലെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. റീജിയണൽ റൂറൽ ബാങ്ക് പോലെ, കോ ഓപ്പറേറ്റീവ് ബാങ്ക്സ് പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ള ലക്ഷ്യവും കൂടി ആർക്കുണ്ട്? നബാർഡിനുണ്ട്. അതുപോലെ അണ്ടർടേക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഇൻഡസ്ട്രി. അഗ്രികൾച്ചറൽ, ഗ്രാമീണ കാർഷിക അതുപോലെ ഗ്രാമീണ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളൊക്കെ നടത്തുക എന്നുള്ളതും ഇവരുടെ ഒരു ലക്ഷ്യമാണ്. ഓക്കെ, അണ്ടർടേക്സ് ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഫങ്ഷൻസ് ഓഫ് നബാർഡ്. എന്തൊക്കെയാണ് നബാർഡിന്റെ ഫങ്ഷൻസ്? ശ്രദ്ധിക്കേണ്ട കാര്യം, നബാർഡ് എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്.
അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ കാർഷിക വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒരു ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അപ്പെക്സ് അതോറിറ്റിയാണ് ആര്? നബാർഡ്. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണെന്ത്? അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളെയും കൺട്രോൾ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നബാർഡിന്റെ ഫങ്ഷൻസിനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു, 3 കാറ്റഗറിയിലായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ ക്രെഡിറ്റ് ഫംഗ്ഷൻ ആണ്, രണ്ടാമത്തെ ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ ആണ്, മൂന്നാമത്തത് സൂപ്പർവൈസറി ഫംഗ്ഷൻസ് ആണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്രെഡിറ്റ് ഫംഗ്ഷൻ, അതിലൊന്നാണ് ഫ്രെയിമിംഗ് പോളിസി ആൻഡ് ഗൈഡ് ലൈൻ ഫോർ റൂറൽ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയിൽ റൂറൽ ഫിനാൻസ് നൽകുന്ന, അതായത് ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ട് ലോണുകൾ, സഹായങ്ങളൊക്കെ നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങളും മാർഗനിർദ്ദേശങ്ങളും തയ്യാറാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന റൂറൽ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് പോളിസി, നയങ്ങൾ, അതുപോലെ മാർഗനിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്രെഡിറ്റ് ഫംഗ്ഷൻ. രണ്ടാമത്തേതോ പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി ടു ഇഷ്യൂയിങ് ഓർഗനൈസേഷൻ. ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് ഫിനാൻസ്, ശ്രദ്ധിക്കുക, അഗ്രികൾച്ചറൽ റൂറൽ ഫിനാൻസ്, ഗ്രാമീണ കാർഷിക മേഖലയിലെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. അതായത് ഇന്ത്യയിൽ ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് റീജിയണൽ റൂറൽ ബാങ്കുകളും അതുപോലെ കോ ഓപ്പറേറ്റീവ് ബാങ്കുകളൊക്കെയാണ് അതിലുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി ആരോ ഉറപ്പുവരുത്തുക? നബാർഡ്. നബാർഡിൽ നിന്ന് ക്രെഡിറ്റ് കിട്ടും. അതുപോലെ മോണിറ്ററി ദ ഫ്ലോ ഓഫ് റൂറൽ ക്രെഡിറ്റ്. ഇന്ത്യയിൽ റൂറൽ ക്രെഡിറ്റ് എത്രത്തോളം ഉണ്ട്, അതിന്റെ ഫ്ലോ ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതും നബാർഡിന്റെ ഒരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ ആണ് അടുത്തത്. അതിൽ പറയുന്നു ഹെൽപ്സ് ബാങ്ക് ടു പ്രിപ്പയർ ഡെവലപ്മെന്റൽ ആക്ഷൻ പ്ലാൻ. ഓരോ ബാങ്കുകൾക്കും, ഓരോ അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റിൽ ഏർപ്പെടുന്ന ഓരോ ബാങ്കുകൾക്കും ഡെവലപ്മെന്റൽ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കാൻ സഹായിക്കുന്നു. അതുപോലെ എല്ലാ ബാങ്കുകളെയും മോണിറ്റർ ചെയ്യുന്നു. മോണിറ്ററിംഗ് all the financial institutions engaged in agricultural and rural financing. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഫിനാൻസിംഗിൽ ഏർപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങളെയും മോണിറ്റർ ചെയ്യുന്നു. അതുപോലെ പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ദി ഓർഗനൈസേഷൻ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഫിനാൻഷ്യൽ സപ്പോർട്ട്, സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നു. ആർക്ക്? ഈ സ്ഥാപനങ്ങൾക്ക്. ഏതൊക്കെ? അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ഏർപ്പെടുന്ന റീജിയണൽ റൂറൽ ബാങ്കോ കോർപ്പറേറ്റീവ് ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്നു. പ്രൊവൈഡിങ് റീഫിനാൻസിങ് ഫെസിലിറ്റി. ഓൾറെഡി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലോൺ കൊടുത്തു, അതിൻ്റെ മുകളിൽ റീഫിനാൻസ് ചെയ്യുക എന്നുള്ളത് ആരാ ചെയ്യുക? നബാർഡ്. നേരത്തെ ബാങ്ക് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ മുകളിൽ ഫിനാൻസ് ചെയ്യുന്ന ആരാണ്? റീഫിനാൻസ് ചെയ്യുന്ന ആരാണ്? നബാർഡാണ്. അതുപോലെ സൂപ്പർവൈസറി ഫംഗ്ഷൻ, മേൽനോട്ടം വഹിക്കുന്ന ചില ഫംഗ്ഷനുകളുണ്ട്. അണ്ടർടേക്സ് ഇൻസ്പെക്ഷൻ നടത്തുക, കൃത്യമായ ഇൻസ്പെക്ഷൻ. ഈ സ്ഥാപനങ്ങളിൽ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ലോണുകളൊക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, അവരെ കൃത്യമായിട്ട് അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഫംഗ്ഷനാണ്, നബാർഡിന്റെ ഫംഗ്ഷനാണ്. പിന്നെ നബാർഡ് ചില സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്കീമുകളാണ് കൃഷക് സാത്തി സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് നബാർഡ്. കർഷകർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. കൃഷക് സാത്തി സ്കീം പ്രകാരമുള്ള വായ്പയും കാര്യങ്ങളൊക്കെ കിട്ടുക എവിടെ നിന്നാണ്? നമ്മുടെ നാട്ടിലുള്ള കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ റീജിയണൽ റൂറൽ ബാങ്ക് എന്നാണ്. നബാർഡ് ഡയറക്റ്റ് ഫിനാൻസ് നൽകുന്നത് കുറവാണ്. നബാർഡ് നേരിട്ട് കൊണ്ട് സഹായം നൽകുന്നത് കുറവാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു? നബാർഡ് ഡയറക്റ്റ് ആയിട്ട് ആർക്ക് സഹായം നൽകുന്നു? റീജിയണൽ ആൻഡ് റൂറൽ ക്രെഡിറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്. ഓക്കെ, റീജിയണൽ റൂറൽ ബാങ്ക് അതുപോലെ കോപ്പറേറ്റീവ് ബാങ്ക്സിനൊക്കെ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ട് ആര് സഹായം നൽകുന്നുണ്ട്? നബാർഡ്. പക്ഷേ നേരിട്ട് അത് ആരിലേക്ക് എത്തുന്നില്ല? കസ്റ്റമറിലേക്ക് എത്തുന്നില്ല. ഓക്കെ, നേരിട്ട് ആർക്ക് കൊടുക്കുന്നില്ല? കസ്റ്റമർക്ക് കൊടുക്കുന്നില്ല. പകരം ആർക്കാ കൊടുക്കുന്നത്? നേരിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്നു. അവരത് അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു, കർഷകർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നു. കൃഷക് സാത്തി സ്കീം, അതുപോലെ വില്ലേജ് ഡെവലപ്മെന്റ് പ്ലാന്, റൂറൽ ഇന്നൊവേഷൻ ഫണ്ട്, കിസാൻ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയവയെല്ലാം നബാർഡ് കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകളാണ്.
അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, കാർഷിക ഗ്രാമീണ മേഖലയിലെ വികസനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ള നബാർഡ് എന്ന് പറയുന്ന സ്ഥാപനം. നബാർഡ് എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായും വ്യക്തമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.